ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഇത്തരത്തിൽ പ്രിപ്ലൈ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിന്റെ, അതായത് നമുക്ക് ട്യൂട്ടറിംഗ് ചെയ്തിട്ട് നമുക്ക് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന ലാംഗ്വേജസ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്ലോബലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്യൂട്ടറിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാനെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ്. പക്ഷേ അതിൽ നമുക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ട്, അതായത് നമുക്ക് അതിൽ കസ്റ്റമർ കെയർ സർവീസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി നല്ല സാലറി സ്കെയിലിൽ നമുക്ക് അതിൽ വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രഷേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്, വർക്ക് ഫ്രം ഹോം ജോബാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതായത് കസ്റ്റമർ കെയർ സർവീസിലാണ് നമുക്ക് ഇതിൽ ജോബ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സിമ്പിൾ ആണ് ജോബ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതായത് ഇതിൽ ഒരുപാട് ട്യൂട്ടറും ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. അതായത് അവർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ കൊടുക്കുക കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ഇപ്പം ലൈവായിട്ട് ഇന്ററാക്റ്റീവ് സെക്ഷൻസ് നടത്തുന്നുണ്ട്, അല്ലാതെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്യൂട്ടേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് എന്തെങ്കിലും ക്യൂറീസ്, ആപ്ലിക്കേഷന്റെ രീതിയിലാണെങ്കിലും എന്തെങ്കിലും ക്യൂറീസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളെ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. നമ്മൾ അതിന് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബ് പോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഫഷൻ ഇല്ലാതെ ആയിക്കോട്ടെ, അതായത് സ്റ്റുഡന്റ് ആണോ ഹോം മേക്കർ ആണോ, എല്ലാവർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു ജോബ് പോസ്റ്റ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മളെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് നമ്മളെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി വെക്കും. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, കാരണം ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ്, ഫ്രീലാൻസിങ് സ്കില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് പ്രിപ്ലൈ കാരിയേഴ്സ് അടിച്ചാൽ മതി, നമുക്ക് ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പേജ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ലിങ്കോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ടെലിഗ്രാം ചാനലൊക്കെ കൊടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റർ ആവാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പ്രിപ്ലൈ കാരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ജോബ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എംപവർ ദ വേ ടു പീപ്പിൾ ലേൺ, അൺലോക്കിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അവരുടെ മോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. പിന്നെ ഹൗ വി ക്യാൻ ചേഞ്ച് ദ ലൈഫ്. ഓക്കെ, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രിപ്ലൈ നമ്പർ 93% ഓഫ് അവർ എംപ്ലോയി റെക്കമെൻഡ് പ്രിപ്ലൈ ആസ് എ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്. ഓക്കെ, അപ്പൊ നല്ല രീതിക്ക് വർക്കേഴ്സിന് നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 62 നാഷണാലിറ്റീസിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. 93% ഓഫ് അവർ വർക്കേഴ്സ് നോ ഹൗ ദെയർ വർക്ക് കോൺട്രിബ്യൂട്ട് ടു ദ ഗോൾ ഓഫ് ദ പ്രിപ്ലൈ. പിന്നെ 700+ എംപ്ലോയീസ് ഗ്ലോബലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഹൗ വി സ്റ്റേ ഗ്രൗണ്ടഡ് പ്രിപ്ലൈ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ജോബ് പോസ്റ്റിലേക്ക് വരാം. താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോബ് പോസ്റ്റ്, ഓപ്പൺ ആയിട്ടുള്ള ജോബ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷനിൽ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ, ഈ റിമോട്ടാണ് ഇവിടെ ഉള്ളത്, നമുക്ക് റിമോട്ട് സെലക്ട് ചെയ്യാം. അതായത് വർക്ക് ഫ്രം ഹോം ജോബാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബ് വന്നിട്ടുണ്ട്. കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ജോബിന് പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് ടീമിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് റിമോട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് 5 റീസൺ ടു ജോയിൻ കസ്റ്റമർ സപ്പോർട്ട് സ്ക്വാഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അവർ ഓഫർ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ജോബിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു മേക്ക് യുവർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് മോർ എഫിഷ്യന്റ് അവർ ട്രെയിനേഴ്സ് വിൽ സപ്പോർട്ട് യു. നമുക്ക് എന്തെങ്കിലും ട്രെയിനേഴ്സോ ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതായത് അവർക്ക് അവർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നോ കോൾസ്, ഓൺലി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വയ ചാറ്റ്, ഇമെയിൽ ആൻഡ് സോഷ്യൽ. അതായത് നമ്മൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചാറ്റിലൂടെയും ഇമെയിലൂടെയും സോഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വയറീസിനൊക്കെ കൊടുക്കാൻ പറ്റും, ആൻസർ കൊടുക്കാൻ പറ്റും. പിന്നെ വി ഹാവ് റിയലി ഡൈനാമിക് എൻവയോൺമെന്റ് ആൻഡ് ഫാസ്റ്റ് വർക്കിംഗ് സ്പേസ് വിത്ത് റീസണബിൾ ഗോൾസ് ആൻഡ് ക്ലിയർ KPI. അതൊക്കെ അവരുടെ ഗോൾസ് കാര്യങ്ങളൊക്കെയാണ് അവരെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ വാട്ട് യു വിൽ ബി ഡൂയിങ്. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻസർ കസ്റ്റമേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിസോൾവ് എനി ഇഷ്യൂസ് ദാറ്റ് ദേ മേ ഫേസിങ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് അവർ ചോദിക്കുന്ന കാര്യത്തിന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഉത്തരം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഐഡന്റിഫൈ പ്രോബ്ലം ഏരിയാസ് ആൻഡ് ഫ്ലാഗിംഗ് ദം ടു ബി കൺസേൺഡ് ടീം. ഓക്കെ, അപ്പം എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് സ്റ്റുഡൻസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സോൾവ് ചെയ്ത് കൊടുക്കുക. ഇനി അത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ടെക്നിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യുക. എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഇൻഫോം ചെയ്യുക. അങ്ങനത്തെ ജോബ് വരുന്നുണ്ട്. പിന്നെ എൻഷ്യൂർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വർക്ക് ഓൺ കളക്ടിങ് ആൻഡ് ട്രാക്കിംഗ് യൂസേഴ്സ് ഫീഡ്ബാക്ക്. നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ട്യൂട്ടർ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ട്യൂട്ടറിന് എന്തെങ്കിലും
കാര്യങ്ങൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിനായാലും അതേ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ക്ലോസ്ലി വിത്ത് ദ പ്രൊഡക്റ്റ് ടീം ടു റിസോൾവ് ഇഷ്യൂസ് ആൻഡ് ഷെയർ കസ്റ്റമർ ഫീഡ്ബാക്ക്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊഡക്റ്റ് ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് അവർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണത് നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പിന്നെ വാട്ട് യു നീഡ് ടു സക്സീഡ്. പിന്നെ സക്സീഡിന്റെ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അതായത് പ്രീവിയസ് എക്സ്പീരിയൻസ് പ്രൊവൈഡിങ് സപ്പോർട്ട് ത്രൂ ലൈവ് ചാറ്റ്. പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്, അത് നിർബന്ധമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ നല്ല രീതിക്ക് സംസാരിക്കാൻ കഴിയണം. ഓക്കെ, പിന്നെ സ്ട്രോങ് ടെക്നിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കില്ല്. പിന്നെ ബേസിക് ആയിട്ടുള്ള സ്കിൽസ് അവിടുന്ന് എബിലിറ്റി ടു പ്രൊവൈഡ് പ്രൊട്ടക്റ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് റൈറ്റിംഗ് ആൻഡ് വെർബൽ സ്കില്ല്, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ നീഡ്സ്, എബിലിറ്റി ടു വർക്ക് ഇൻ ടീം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വേണം. i5 i7 പ്രൊസസ്സർ എല്ലാം ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ്, കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അവർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും നമ്മൾ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇൻട്രോഡക്ടറി വീഡിയോ കോൾ ഉണ്ടാവും. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ക്വിക്ക് ഫ്രണ്ട്ലി വീഡിയോ ഇന്റർവ്യൂ സ്റ്റെപ്പ് ഫോർ അസ് ടു ഗെറ്റ് നോ. അതായത് നമ്മളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കോൾ ആണ്. എന്താ യു വിൽ ബി ഹാവ് ടു റെക്കോർഡ് യുവർ ആൻസേഴ്സ് സം ക്വസ്റ്റ്യൻ. അവർ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കുക, അതിന് നമ്മൾ ആൻസർ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഒരു ജോബ് എടുക്കാനുള്ള മോട്ടിവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ മീറ്റ് വിത്ത് അവർ ടാലന്റ് acquisition team. In this stage you will have a deeper conversation with one of our talent acquisition specialist. We will share more details about the role, the company and our culture. This is also the time to go over things like salary and other important details to solve any questions you may have. Okay, അപ്പൊ നമുക്ക് ഒരു ടീമിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ആയിട്ട് നമ്മളെ കോൺടാക്ട് വരും. ഓക്കെ, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള ഗൈഡൻസ് തരും. എന്താണ് ഈ ഒരു ജോബ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞുതരും. ആ ഒരു ടൈമിൽ നമുക്ക് സാലറിനെ പറ്റി അവരോട് സംസാരിക്കാം. നമുക്ക് സാലറിന്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് വരുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂ വിത്ത് CS ടീം ലീഡ്സ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നിങ്ങളെ ആൻസർ കാര്യങ്ങളൊക്കെ നല്ല കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ആൻസർ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയത് നമ്മൾ ഹയർമെന്റിലുള്ള ചാൻസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ പ്രിപ്ലൈ എന്ന് പറഞ്ഞുള്ള കമ്പനീനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തുള്ള ആൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഫോമിലേക്ക് വരാം. സിമ്പിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ക്രൈറ്റീരിയ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ റെസ്യൂമെ കൊടുക്കാണ്ട്. റെസ്യൂമെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ജോബിനെ ഡിസൈൻ ചെയ്തിട്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമെ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം വേണ്ട കീവേഡ്സ് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ChatGPT ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങൾ ക്യാൻവയിൽ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് നല്ല ഫ്രെയിം ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അത് നിങ്ങൾ ചെയ്യുക. പിന്നെ കവർ ലെറ്റർ അത് വേണം നിർബന്ധമില്ല. ഇവിടെ നിങ്ങൾ താഴെ കൊടുക്കുന്ന ആ ഒരു റെഡ് സ്റ്റാർ ഉള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. താഴെ നോക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗ വിൽ യു നോൺ അബൌട്ട് റിപ്ലൈ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതൊക്കെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വർക്കിനെ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾ റിമോട്ടായിട്ട് വർക്ക് ചെയ്യാനോ മോർണിംഗിലോ അങ്ങനത്തെ കുറച്ച് ഷിഫ്റ്റ് നിങ്ങളെ പ്രിഫറൻസ് അവർ ചോദിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഡെമോഗ്രാഫിക് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വരുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മേലെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കൊരു വീഡിയോ കോൾ വഴി നമ്മളൊരു ടീം നമ്മളെ കോൺടാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഹയർമെന്റുകളും ടോപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നല്ല രീതിക്കുള്ള സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്കിൽസിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാലറി നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാം. നല്ല രീതിക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ ഒരു ജോബ് പോസ്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കാരണം ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ വന്നിട്ടുള്ള ഒരു ജോബ് അപ്ഡേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല രീതിക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അത്രയ്ക്കുള്ള. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.